സിബി സാർ നമസ്തേ. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും സിബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മയെ പോലെ തന്നെ നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കാൻ പറ്റുന്ന, നമ്മുടെ കൂടെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. ചില സിനിമകളും ചില കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ഇപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചില സിനിമകൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ, ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു. അത്രയും മനോഹരമായിട്ടാണ് തോമസ് സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നതും ചെയ്യാൻ സാധിച്ചതും. ഒരു വാംത്തായിരുന്നു ഈ ഒരു ടീമായാലും തോമസ് സാറായാലും എല്ലാവരും, അനീഷേട്ടനായാലും നമ്മുടെ DOP അനീഷേട്ടൻ, ഗിരീഷേട്ടൻ, എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും, കവിയേട്ടൻ, എല്ലാവരോടും ഒരു പ്രത്യേക ഒരു അടുപ്പം, ഒരു വാംത്തായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു വാം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 2-3 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ തരുന്ന, മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സിനിമയാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. And Shruti, നമുക്ക് ഒരു ചെറിയ റിക്വസ്റ്റും കൂടി ഉണ്ട്. Shruti will be playing the teaser here. അപ്പോൾ അതിൽ നമുക്ക് the team will be handing over the remote to you. And please, അപ്പോൾ ഇനി ഈ ടീസർ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇവിടെ നമ്മൾ ഫോറം മോളിൽ ഒത്തുകൂടിയിരിക്കുമ്പോൾ we are again playing the teaser here of the movie and over to the screen please. Yes. കടന്നു കിടാൻ പറ്റട്ടെ ഈ ഒരു സിനിമയ്ക്ക് എന്ന് കൂടി ആശംസിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് സിബി സാറിൻ്റെ മുമ്പിൽ എനിക്ക് ആദ്യമേ അവസരം തന്നാണ് പാട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും ഓർക്കുന്നു ആദ്യത്തെ കമ്പോസിങ് വേള. ഇപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളിലൊരു മുഹൂർത്തമാണ് അന്ന് സിബി സാറിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു മുഹൂർത്തം, സ്പ്ലാഷ് എന്ന സിനിമയിൽ. പ്ലസ് സാർ നമസ്കാരം. സോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ പടം പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഒരുപാട് സീൻസ് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഭദ്രാരജൻ ഉണ്ട്, ഇവിടെ അദ്വൈത പത്മകുമാർ, ഇവിടെ എല്ലാവരും പാടിയിട്ടുണ്ട്. സെബ ആൻഡ് ലോട്ട് ഓഫ് അതർ സിംഗേഴ്സ്. ഇത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും താങ്ക്ഫുള്ളായിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ തോമസ് ജി, നമ്മളിതിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ക്രിയേറ്റീവ് ഫ്രീഡം മാക്സിമം തരുന്നൊരു ഡയറക്ടറാണ്. ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് പടം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വർക്കുകളൊക്കെ നമ്മളതിൻ്റെ വിളിക്കുക, നമുക്ക് പൊളിച്ചെടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് ഈ സിനിമ തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് അടിച്ചുപൊളി പടങ്ങളൊക്കെ കാണുന്നതൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്കിലുള്ള ഒരു സിനിമ കാണാൻ കഴിയുന്ന ഫാമിലിയായിട്ട് പോയി എല്ലാവരും തിയേറ്ററിൽ ചെന്ന് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. റിക്വസ്റ്റിംഗ് യു ടു പ്ലീസ് സ്റ്റേ ബാക്ക്. അപ്പം സർ ഓൾറെഡി സാറിൻ്റെ സിംഗേഴ്സ് യെസ്, ക്ഷമിക്കണം, നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്ന സെബ, പ്ലീസ്